KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ട്വിസ്റ്റായിരുന്നു പ്രശസ്തയായ സിനിമാ നടിയുടെ രംഗപ്രവേശം. പ്രശസ്ത നടി കുന്നംകുളം വഴി മലപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെയാണ്ടാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല. യാത്ര ചെയ്യുന്ന വേളയിൽ KSRTC ഡ്രൈവർ, അതായത് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയുമായിട്ട് വിഷയമുണ്ടാക്കിയ KSRTC ഡ്രൈവർ യദു, ഇതിനു മുൻപ് അവരെയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും അസഭ്യങ്ങൾ പറയുകയും ചെയ്തു എന്നുള്ള ആരോപണവുമായി പ്രശസ്ത നടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും നല്ലൊരു കലാകാരി ആയതുകൊണ്ട് തന്നെ, അതീവ പ്രശസ്തയായൊരു നടി ആയതുകൊണ്ട് തന്നെ അവരെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്കും അവരെ അവിശ്വാസമില്ല. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്റെ പേജ് വഴിയോ ഒരു രീതിയിലും. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ സഹോദരൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു പയ്യനാണ്. അപ്പം അവനും കണ്ടതാണ്. എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും. പക്ഷേ എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. അയാള് ഒരു 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ, അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത്. ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്, അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിംഗ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ നടി പറഞ്ഞതിൽ ചില വാസ്തവമുണ്ട് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ KSRTCയുടെ കൂടി നായകനായിട്ടുള്ള ഗണേഷ് കുമാർ അവർ വാസ്തവം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഏതായാലും വാസ്തവമുണ്ട്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ പോലും അതിൻ്റെ സമയവും അതിൻ്റെ തീയതിയും വാഹനത്തിൻ്റെ നമ്പരും ഡ്യൂട്ടിയും എല്ലാം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ നടിയെ അവിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയുന്നില്ല. നടി പറഞ്ഞത് 100% ശരിയാണെന്ന് വയ്ക്കുക. നടി പറഞ്ഞത് 100% ശരിയാണ്. യദു നടിയെ ചീത്ത വിളിച്ചിട്ടുണ്ട്, യദു നടിയെ അസഭ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ നടി പറഞ്ഞതിനകത്ത് ഏറ്റവും പരമപ്രധാനമായൊരു സാക്ഷിയെ പറയുന്നു. അവിടെയാണ് എൻ്റെ പ്രശ്നം. അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ വാഹനം പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ KSRTC ഡ്രൈവർ വണ്ടി നിർത്തുകയും ഇറങ്ങി വന്ന് ഈ നടിയോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് SI റാങ്കിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു വാഹനത്തെ അതിൻ്റെ ഡ്രൈവറുടെ അസ്വാഭാവിക പെരുമാറ്റം കൊണ്ടോ, വാഹനത്തിൻ്റെ അനിയന്ത്രിതമായ വേഗത കൊണ്ടോ, വാഹനത്തിൻ്റെ അപകടകരമായ ഡ്രൈവിംഗ് കൊണ്ടോ ഈ കേരളത്തിൻ്റെ ഏത് തെരുവിൽ വെച്ചും ഒരു വാഹനത്തെ കൈ കാണിച്ച് നിർത്തി ആ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കാനും ആ ഡ്രൈവറെ ആ വാഹനത്തിൽ ഇറക്കാനും ആ വാഹനം കസ്റ്റഡിയിലെടുക്കുവാനും അധികാരപ്പെട്ട ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് MVI എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് ഒരു പ്രശസ്ത സിനിമാ നടിയെന്ന് വേണ്ട, ഒരു സ്ത്രീയെ അസഭ്യം പറയുകയും അസഭ്യങ്ങൾ കാണിക്കുകയും ചെയ്ത ഒരാളെ എന്തുകൊണ്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വെറുതെ വിട്ടത്? കഴിഞ്ഞ 11 മാസമായി തൻ്റെ ഹൃദയത്തിൽ വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ചിന്തയെ ആ വണ്ടിയുടെ എടുത്ത ഫോട്ടോയും വേദനാജനകമായി കണ്ണീരോടുകൂടി ഒരു ലൈവിൽ വന്നിട്ട് പുറത്തേക്ക് വിട്ട പ്രമുഖ നടിയെ പല ആളുകളും തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിക്കേണ്ടത് പ്രമുഖ നടിയെയല്ല. MD KSRTC ഡ്രൈവറുടെ അന്നത്തെ യാത്രാ വിവരങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടി മന്ത്രി ശ്രമിച്ചപ്പോൾ, MD അല്ല കേട്ടോ, മന്ത്രി ശ്രമിച്ചപ്പോൾ മന്ത്രിക്ക് ഏറ്റവും എളുപ്പം പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ റൂട്ടിൽ അന്നേ ദിവസമല്ല ആ റൂട്ടിലെ സ്ഥിരമായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ലിസ്റ്റ് എടുക്കുകയും ഈ കുറ്റകൃത്യം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു സ്ത്രീത്വത്തെ, കേരളീയ സ്ത്രീത്വത്തെ
അപമാനിക്കുന്നത് നേരിൽ കണ്ടിട്ട് നിശബ്ദനായി റിപ്പോർട്ട് ചെയ്യാതെ ആ ഡ്രൈവറെ തുടർ യാത്രയ്ക്കായി അനുവദിച്ച MVI അയാളെ ഉടനടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം പരിഗണിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യണം. ഇവിടെ യദു അന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം. യദു അന്നല്ല, എപ്പോഴും വണ്ടി ഓടിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ യദുവിനെ ന്യായീകരിക്കുന്നില്ല. യദു അത്തരക്കാരനല്ല എന്ന് ഞാൻ പറയുന്നുമില്ല. യദുവിൻ്റെ മുൻകാല ചരിത്രങ്ങളോ പിൻകാല ചരിത്രങ്ങളോ എനിക്കറിയേണ്ട കാര്യവുമില്ല. ഇവിടെ പ്രമുഖയായിട്ടുള്ളൊരു സിനിമാ നടിക്ക് പോലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് അവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ല, ഏതൊരു സ്ത്രീയോടും ആ കാര്യത്തിൽ വളരെ ശക്തമായി നിയമപൂർവ്വം ഇടപെടേണ്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥൻ നിശബ്ദമായി നിൽക്കുകയും ഈ ഡ്രൈവറെ യാത്ര തുടരാൻ അനുവദിക്കുകയും ചെയ്തത് എന്തിനാണ്? ഇത് ആദ്യമായി കണ്ടുപിടിക്കേണ്ടത് മിസ്റ്റർ ഗണേഷ് കുമാർ അവറുകളാണ്. മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് ഈ MVD ആരാണെന്ന് കണ്ടുപിടിക്കണം, ഈ MVI ആരാണെന്ന് കണ്ടുപിടിക്കണം, അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണം, അദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ കാര്യത്തിൽ KSRTC ഡ്രൈവർ ഏതായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരു കുറ്റകൃത്യത്തെ നേരിട്ട് കണ്ടിട്ട് ആ കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ആ കുറ്റകൃത്യത്തിന് പിന്തുണ നൽകിയതായിട്ടാണ് കണക്കാക്കേണ്ടത്. അതായത് ഈ യദുവിനൊപ്പം തന്നെ ഈ ലൈംഗിക ചേഷ്ട കാണിക്കുകയും ഈ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയും അശ്ലീല വർത്തമാനങ്ങൾ പറയുകയും ചെയ്ത KSRTC ഡ്രൈവർ യദുവിനൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന ഏറ്റവും പ്രബലമായൊരു കുറ്റം ഈ MVI ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നടിയുടെ മൊഴിയിൽ നിന്നും. അല്ല എങ്കിൽ നടി എന്ന് പറയുന്ന വ്യക്തി, ഒരു കഥാപാത്രം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് പറയുകയും നാട്ടിൻപുറത്ത് പറയുന്ന പോലെ ഇതൊരു വെടിപറച്ചിലായി അവശേഷിക്കുകയും ചെയ്യും. യാഥാർത്ഥ്യം വെളിയിൽ വരണമെങ്കിൽ ഈ കാണാമറയത്ത് നിൽക്കുന്ന MVI ആര് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ബാധ്യത ഈ നടി പറഞ്ഞത് സത്യമാണ് എന്ന് ഏറ്റുപറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി മിസ്റ്റർ ഗണേഷ് കുമാറിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നന്ദി.